എന്താ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ട് എന്നെ വള്ളിയുടെമാരെ നിസ്കരിപ്പിക്കണ്ടായോ? നിസ്കരിപ്പിച്ചു, അത് വിഷയം വേറെ. സല്ലു അലാ കുല്ലി ബർറിൻ വ ഫാജിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ലവരുടെയും മോശപ്പെട്ടവരുടെയും മയ്യത്ത് നിസ്കരിപ്പിച്ചു. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഗൗരവം എന്തെന്നറിയോ? ഒരുത്തൻ വിശ്വാസിയാവുകയില്ല എപ്പോൾ? മദ്യപിക്കുമ്പോൾ. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖുഹാ വഹുവ മുഅ്മിൻ. ഒരാൾ മദ്യപിച്ച അവസ്ഥയിൽ അവൻ വിശ്വാസിയാവുകയില്ല. വിശ്വാസിയായ ഒരാൾ പോലും മദ്യപിക്കുകയില്ല. ആരൊരാൾ മദ്യപിക്കുന്നുവോ അവന്റെ ഈമാൻ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുമത്രേ. ഇന്നൽ അബ്ദ ഇദാ സനാ ഔ ശരിബൽ ഖംറ നസഅ അല്ലാഹു മിൻഹുൽ ഈമാന കമാ യഖ്ലഉൽ ഇൻസാനു അൽ ഖമീസ മിൻ റഅസിഹി. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ, ഒരാൾ മദ്യപിക്കുമ്പോൾ, ഒരാൾ മോഷ്ടിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം അവന്റെ തലയിലൂടെ അഴിച്ചു മാറ്റുന്നത്, അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ഖമീസ്, അവന്റെ ജുബ്ബ അവൻ തലയിലൂടെ അഴിച്ചു മാറ്റുന്നത്, ഇതേപോലെ ഹറാമായ അവസ്ഥയിലൂടെ കഴിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ഹറാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഈമാനിനെ അല്ലാഹു പറിച്ചെടുക്കുമത്രേ. അപ്പൊ വിശ്വാസിയല്ല എന്നർത്ഥം. വിശ്വാസി അല്ലാത്തവർക്ക് എങ്ങനെയാ മയ്യിത്ത് നിസ്കരിക്കുക? അതാണ് ഹുക്കുമ്. സിന ചെയ്യുമ്പോൾ ഒരുത്തൻ എന്താ? വിശ്വാസിയല്ല. സിന ചെയ്തുകൊണ്ടിരിക്കുന്ന, ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു, വിശ്വാസിയല്ല. കാരണം എന്താ? മുഅ്മിനായവൻ വിശ്വാസത്തോടുകൂടി വ്യഭിചരിക്കുകയില്ല. വ്യഭിചരിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമ്പോൾ മലക്കൾ വന്ന് ഈമാൻ പറിച്ചെടുക്കും, മാറ്റി നിർത്തും. അവന്റെ മുകളിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് ക്രെയിനിൽ തൂക്കി ഇങ്ങനെ നിർത്തും. കാര്യപരിപാടിയെല്ലാം കഴിയുമ്പോൾ ക്രെയിൻ കൊണ്ടുവന്ന് താഴെ വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിന് ഇടയ്ക്കും കാണും വെച്ച് ഇവർ മരിച്ചു പോയാൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. റബ്ബർ ഷീറ്റ് മോട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇശാസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോകുമ്പോ റോഡിന്റെ രണ്ട് സൈഡിലും കിടക്കുന്ന റബ്ബർ ആരുമില്ല, അറിയുന്നില്ല. അപ്പൊ അതൊക്കെ മോട്ടിച്ച് ഇങ്ങനെ പോക്കാര് സൈഡിൽ വെച്ച് ഇങ്ങനെ പെടുക്ക ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. സംഭവം പോയി. ഇശാക്ക് നിസ്കരിച്ച സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ മോഷ്ടിക്കപ്പെട്ട സാധനം ബൈക്കിന്റെ പിറകെ ഇരിപ്പുണ്ട്. സാധനം വിശ്വാസമില്ലല്ലോ. വിശ്വാസം നഷ്ടപ്പെട്ടു, അള്ളാഹ് എടുത്തു കളഞ്ഞു. ആ മോഷ്ടിച്ച വസ്തു ഇരിക്കുന്നിടത്തോളം കാലം അത് എടുത്തു കളഞ്ഞു. മദ്യപിക്കുന്നു. മദ്യപാനിയായ സഹോദരൻ ഒരിക്കലും വിശ്വാസിയായിക്കൊണ്ട് അവൻ മദ്യപിക്കുകയില്ല. വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കുകയില്ല. അവൻ മദ്യം കുടിക്കുമ്പോൾ തന്നെ അവന്റെ ഈമാൻ മലക്കുകൾ പറിച്ചെടുത്ത് മാറ്റി നിർത്തും. അതിന്റെ എഫക്റ്റ് മാറിയാൽ മാത്രമേ അവനിലേക്ക് ആ ഈമാൻ അള്ളാഹു തിരിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് അവൻ മരിച്ചുപോയാൽ അവനെ ജനാസ നമസ്കരിപ്പിക്കരുതെന്നും അവന് സലാം പറയരുതെന്നും ഒക്കെ പറയാനുള്ള കാരണം. ഹദീസ് കേട്ടോ, പറഞ്ഞുതരാം. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. قال رسول الله صلى الله عليه وسلم لا تسلموا على شربة الخمر ولا تجالسوا على شربة الخمر ولا تعودوا مرضاهم ولا تشهدوا جنائزهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മദ്യപാനികൾക്ക് സലാം ചെല്ലരുത്, മദ്യപാനികളോടൊപ്പം സഹകരിക്കരുത്, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്, അവരോടൊപ്പം കൂട്ടുകൂടരുത്. വലാ തഊദു മർളാഹും, അവർ രോഗികളായാൽ നിങ്ങൾ അവരുടെ രോഗസന്ദർശനം നടത്തരുത്. വലാ തശ്ഹദു ജനായിസഹും, അവർ മരണപ്പെട്ടു പോയാൽ ആ ജനാസയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത്. കാരണം എന്താണ്? ഇന്ന شارب الخمر يجيء يوم القيامة مسودا وجهه مدلعا لسانه على قلبه. നബി തങ്ങൾ പറയുകയാണ്, തീർച്ചയായും മദ്യപാനി ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവനെ ഹാജരാക്കപ്പെടുന്നത് ഏത് കോലത്തിലാണെന്നറിയുമോ? മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുമത്രേ. യൗമ തബിയഉ വജൂഹു വതസ്വദ്ദു വജൂഹ് فأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون وأما الذين
اسودت وجوههم اكفرتم بعد ايمانكم فذوقوا العذاب بما كنتم تكفرون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ രണ്ട് കൂട്ടരാണ് നിലനിൽക്കുക. ഒന്ന്, ഒരു കൂട്ടരുടെ മുഖം പ്രകാശിക്കുമത്രേ, പ്രകാശമാനമായിരിക്കുമത്രേ, ജ്യോതി കൊണ്ട്, ഓജസ് കൊണ്ടും തേജസ് കൊണ്ടും തിളക്കമുള്ളതായിരിക്കുമത്രേ. യൗമ തബയല്ലു വജൂഹു വ തസ്വദ്ദു വജൂഹ് ഫഅമ്മല്ലദീന ബിയല്ലതു വജൂഹും ഫഫീ റഹ്മത്തില്ലാഹ്. ഏതൊരു മുഖമാണോ നാളെ പ്രകാശിക്കുന്നത്, ആ മുഖത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം നിറഞ്ഞിരിക്കുമത്രേ. അതിലായിരിക്കും അവരെപ്പോഴും സ്വർഗവാസികളാണ്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഅമ്മല്ലദീന സ്വദ്ദതു വജൂഹും, ആരുടെ മുഖമാണോ കറുത്ത് കരുമാളിച്ചു പോയത്, ആരുടെ മുഖമാണോ വിരൂപമുള്ളതായി മാറിയത്, ആരുടെ മുഖമാണോ വിവർണമായി പോയത്, അകഫർതും ബഅദ ഈമാനിക്കും. ഏ വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ദുനിയാവിൽ നിങ്ങൾ വിശ്വസിച്ചവരായിരുന്നു, അല്ലാഹയെ ആരാധിച്ചവരായിരുന്നു. പക്ഷേ മദ്യപിച്ച കോലത്തിൽ മരണപ്പെട്ടപ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കൽപ്പിച്ച കൽപ്പനകളിൽ നിങ്ങൾ വിഘാതം വരുത്തിയവരാണ്, അതിന് കളങ്കം സൃഷ്ടിച്ചവരാണ്. അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരാണ്. ഫദൂഖൂ അൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. നിങ്ങൾ ഏതൊന്നിനെയാണോ നിരാകരിച്ചത്, ഏതൊന്നിനെയാണോ നിഷേധിച്ചത്, ഏതൊന്നിനെയാണോ പുച്ഛിച്ചു തള്ളിയത്, അക്കാരണത്താൽ നിങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. അങ്ങനെ രണ്ട് കൂട്ടരുടെ മുഖമാണ് നാളെ തെളിഞ്ഞു നിൽക്കുക. ഒന്ന്, കറുത്ത് കരിവാളിച്ചവരുടെ കൂട്ടം. ഈ കൂട്ടത്തിലാണ് നാളെ മദ്യപിച്ച് മരണപ്പെട്ടവർ വരിക, ഹാജരാക്കപ്പെടുക. ഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു, അവരുടെ മുഖം കറുത്തിരിക്കുമത്രേ. മുദ്ലിഅൽ ലിസാനുഹു അലാ സദ്രിഹി, അവരുടെ നാവോ പേപ്പട്ടിയുടെ നാവ് പോലെ അവരുടെ നെഞ്ചിന് മീതെ ഇറങ്ങിക്കിടക്കുമത്രേ. യസീലു ലുആബുഹു, ആ നാവിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഈള ഒലിക്കുമത്രേ. പേപ്പട്ടിയുടെ നാവിൽ നിന്ന് ഈള ഒലിക്കുന്നത് പോലെ. യഖ്ദിറുഹു കുല്ലു മൻ റആ, ആരൊരാൾ കാണുന്നുവോ അവർ ശപിക്കും, അവർ ദുഷിക്കും, അവനെ പിരാകും. അവരുടെ അരികിലേക്ക് അവൻ അടുത്ത് ചൊല്ലുമ്പോൾ ദുർഗന്ധം അവരെ അസഹ്യപ്പെടുത്തുമത്രേ. ഉടൻ തന്നെ അവന്റെ ഈ പേക്കോലം കാണുമ്പോൾ ആ മഹ്ശറിന്റെ മൈതാനിയിൽ വിചാരണയ്ക്ക് നിൽക്കുന്നവർ മനസ്സിലാക്കും, അന്നഹു ശാരിബുൽ ഖംർ, ഇവൻ ദുനിയാവിൽ മദ്യപിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ കള്ളുകുടിച്ചവനാണ്, അതേ അവസ്ഥയിൽ മരണപ്പെട്ടവനാണ്. 40 ദിവസത്തിനകത്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നാളെ നിന്റെ കോലവും ഈ കോലത്തിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവസ്ഥയാണിത്. വിശ്വാസം പോയി, അതുകൊണ്ടാണ് ഈ കോലത്തിൽ നാളെ വരുന്നത്. കാരണം എന്താ? ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് ആരും മദ്യപിക്കുകയില്ല. അതിനകത്ത് കിടക്കുന്ന അംശം 40 ദിവസമാണ്. വല്ലപ്പോഴെങ്കിലും ഒരാള് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മാത മുദ്മിനൻ ലിൽ ഖംറി കഅബിദില്ലാത വൽ ഉസ്സാ, ആരാള് മദ്യപിച്ച് മരിച്ചുപോയോ അവൻ ആരെ പോലെയാണ്? കഅബിദില്ലാത വൽ ഉസ്സാ, മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്നവനെ പോലെയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞ വാക്കായത്. മദ്യപിച്ച് മരിച്ചുപോയാള് കഅബിദിൽ ലാത്ത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണ്. ഉടനെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത മുദ്മിനൽ ലിൽ ഖംറി,
ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയെ, അങ്ങീ പറഞ്ഞത് സ്ഥിരം കുടിയനെ കുറിച്ചല്ലയോ പറഞ്ഞത്? ഒരിക്കൽ പോലും മദ്യത്തിൽ നിന്ന് ഒഴിവാകാത്തവനെ കുറിച്ചല്ലയോ പറഞ്ഞത് എന്ന് നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്രേ ലാ, അതല്ല സഹാബത്തെ, വലാകിൻ ഹുവല്ലദീ യശ്റബുഹാ ഇദാ വജദഹാ വലൗ ബഅദ സിനീൻ. കുറെ വർഷങ്ങൾക്ക് ശേഷം അവന് അല്പം കള്ളു കിട്ടി എന്നിരിക്കട്ടെ, ആ സന്ദർഭത്തിൽ കുടിച്ചിട്ടാണ് അവൻ മരിച്ചതെങ്കിലും അവൻ നാളെ ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ പറഞ്ഞത്? ഒരാള് കള്ളു കുടിച്ചു, ഒരു 10-20 വർഷം വരെ കുടിച്ചു, 20 വർഷം കഴിഞ്ഞ് തൗബ ചെയ്തു ഇബാദത്തുമായി ബന്ധപ്പെട്ടു. ഒരു 10-20 വർഷം വരെ മദ്യപാനി അല്ലാതെ ഇബാദത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടി. ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു പഴയ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നു, അതല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു വന്നു. ഇവൻ ഇങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ, അല്ല ഹസനാരെ, നിന്നെ കണ്ടിട്ട് കുറെ നാൾ, നമ്മള് പണ്ട്, അളിയ നീ എപ്പോ വന്നു? ഞാൻ പട്ടാളത്തിൽ നിന്നൊക്കെ വിരമിച്ചു എല്ലാം കഴിഞ്ഞ്. പണ്ട് ഇവര് റബ്ബറും തോട്ടത്തിൽ പാറപ്പുറത്ത് പോയിരുന്ന് വെള്ളം അടിച്ചവരായിരുന്നു. പക്ഷെ ഇവൻ ഈ തൗബ ചെയ്ത് ഹാജിയാരായതൊന്നും പട്ടാളക്കാരറിഞ്ഞില്ല. ഇയാൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരുന്ന വഴിയിൽ, അളിയ നല്ല സൂപ്പർ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു ഇത്തിരി തരാം. ചുമ്മാ ഞാൻ ജോസഫെ, ഞാനതെല്ലാം കളഞ്ഞു കുളിച്ച് ഇപ്പം ഞങ്ങള് പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന അളിയ, അതിന് കർത്താവ് പോലും കുടിച്ചിട്ടുണ്ട്, നീ ഇത്തിരി കൂടി എന്നൊക്കെ പറഞ്ഞ് അവൻ 2 സുവിശേഷമൊക്കെ പറയുമ്പോഴതേ മൂപ്പിലാൻ അങ്ങ് വീഴും. 20 വർഷം തൗബ ചെയ്ത ആളാ. അവസാനം ഇയാൾ വിചാരിക്കും, എന്നാ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ എവിടെ സാധനം, അതിപ്പോ വീട്ടിൽ ഇരിപ്പുണ്ട്, രാത്രിയാകുമ്പോ ആരും കാണൂലല്ലോ, ഇത്തിരി കുടിച്ചിട്ട് കിടന്ന സുബൈ വാങ്ക് വിളിക്കുമ്പോ ലെക്കെല്ലാം കിടും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക, അല്പം ഒരു ഇത്തിരി സ്കോച്ച്, ചെറിയ ഒരു ഇത്തിരി സാധനം കുറച്ച് കൊടുത്ത് കുടിക്കുക. പിന്നെ അവൻ കുടിക്കുന്നില്ല. ഇവനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഈ 20 വർഷത്തിന് ശേഷം കുടിച്ച ഒരുവനാണെങ്കിൽ പോലും അവൻ ചത്തുപോയാൽ ആരെ പോലെയാണ്? കഅബിദില്ലാത്ത വൽ ഉസ്സ. നിങ്ങൾ വിചാരിക്കുന്ന മുഴുക്കുടിയന്മാരൊന്നുമല്ല, മുഴുക്കുടിയനൊന്നുമല്ല. വല്ലപ്പോഴും കിട്ടുന്ന ഒന്ന് കുടിച്ചാൽ മതി, വല്ലപ്പോഴും കിട്ടുന്നത് കുടിച്ചാൽ മതി. അപ്പൊ ഉസ്താദ്, ഈ ബിയറൊക്കെ അടിക്കാമല്ലോ, ഈ അത് ലക്കില്ലാത്തല്ലോ, അവനെ കുറിച്ച് എന്താ പറയുന്നത്? ഇപ്പൊ ചെറുപ്പക്കാരുടെ സാധനം അതിൽ ഉസ്താദന്മാരെ പോലും കുടിപ്പിക്കും കൊണ്ടുവന്നിട്ട്. ഉസ്താദ്, ഈ കല്ലിന്റെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ, കിഡ്നിക്ക് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ, ഈ ചൂട് സമയത്ത് മൂത്രം പോകാൻ പറ്റിയ സാധനം ബിയർ. അത് ഹറാമല്ലേ? അതെങ്ങനെ ഹറാം? അതിനകത്ത് ഇതില്ല ഉസ്താദെ, ആൽക്കഹോളൊന്നും ഇല്ല. ഇത് അങ്ങനെ എല്ലാവരും ബേക്കറിയിലും കടകളിലൊക്കെ കിട്ടുന്ന സാധനം എല്ലാവർക്കും. കാരണം ഇത് നമ്മളെ കുടിപ്പിക്കാൻ വേണ്ടി മസാല അവന്മാര് നമുക്ക് പറഞ്ഞു തരിക. ഇത് രാത്രി ഉസ്താദ് കുടിച്ചിട്ട് കിടക്കുമ്പോഴത്തേക്ക് രാവിലെ സുബഹി 3 റക്അത്ത് നിസ്കരിക്കും, അറിയാതെ തന്നെ. ലക്കും കിക്കും ഒന്നും ഇല്ലാന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെ സംഭവം ഇതാണ്. ഇനി ഇങ്ങനത്തെ സാധനം അടിച്ചാലോ? അവനെ കുറിച്ച് എന്താ നബി തങ്ങൾ പറഞ്ഞത്? قال رسول الله صلى الله عليه وسلم من شرب الخمر ولم يسكر. ഒരാൾ മദ്യപിച്ചു പക്ഷേ മദോന്മത്തനായില്ല. സാധാ ബിയർ അടിച്ചു പക്ഷേ അവന് ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല. ഉമ്മായെ കണ്ടപ്പോ ഉമ്മാന്ന് മനസ്സിലായി, പെങ്ങളെ കണ്ടപ്പോ പെങ്ങളാന്ന് മനസ്സിലായി, ഉപ്പായെ കണ്ടപ്പോ ഉപ്പാന്ന് മനസ്സിലായി. കറക്റ്റായി ശരിയായ ദിക്കിലൂടെ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോയി, ഒരു കുഴപ്പവുമില്ല. വലം യസ്കുർ, അവൻ മദോന്മത്തനായില്ല. എന്താ ഇവനെ കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം? 40 ദിനരാത്രങ്ങൾ അള്ളാഹു ഇവനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുമത്രേ. ഇവന്റെ മേൽ ഒരു കാരുണ്യവും അള്ളാഹു വർഷിക്കുകയില്ല, ഇവന്റെ ഒരു നമസ്കാരവും സ്വീകരിക്കുകയില്ല, ഇവന്റെ ദുആ അള്ളാഹു കബൂലാക്കുകയില്ല. ഇവനെ അള്ളാഹു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. കാരണം എന്താണ്? ഇവൻ മദ്യപിച്ചു പക്ഷേ മദോന്മത്തനായില്ല. 40 ദിവസക്കാലത്തോളം ഇതിന്റെ അംശം നിന്റെ ആമാശയത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ ഈ 40 ദിവസത്തിനുള്ളിൽ